ഇത് മാസ് മോട്ടോഴ്സിലാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി നമ്മൾ വർക്കിനായിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞിരുന്നത് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാനുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിലവിൽ നമുക്ക് എഞ്ചിൻ സൗണ്ട് പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ബ്രീത്തർ പൈപ്പ് വിട്ടിടന്നിട്ട് എയർ വലിക്കുന്ന സൗണ്ടായിരുന്നു. അത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് ആ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു ബ്രീത്തർ പൈപ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ട് ആ ക്ലിപ്പിൽ നിന്ന് വിട്ടുപോയതാണ്. അപ്പോൾ അത് അതിൻ്റെ കംപ്ലയിൻ്റ് ആണ്, അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് സൗണ്ടിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഷോക്ക് അബ്സർ കംപ്ലയിൻ്റ് ആണ്. ഷോക്ക് അബ്സർ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഒരു ചെറിയ കട്ടറി ചാടിയാൽ പോലും നല്ല രീതിയിൽ ആക്ഷൻ വരും. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ബോഡി സ്ക്രൂ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ലൂസ് ആവാനും വൈബ്രേഷൻ കാണിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെ നിന്നൊക്കെയുള്ള ഷെയ്ക്കാണ് നമുക്ക് സൗണ്ടായിട്ട് കിട്ടുന്നത്. കൂടാതെ കൊണ്ട് ഫ്രണ്ട് ഷോക്ക് അബ്സറിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി ചാടുമ്പോൾ ഒരു തെറിപ്പൊക്കെ ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ജനറൽ സർവീസ്, വാട്ടർ സർവീസൊക്കെയാണ് പിന്നെ പറഞ്ഞാണ് വർക്ക്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന കംപ്ലയിൻസുകൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഒറിജിനൽ ലൈനറാണ് നമ്മൾ കിടക്കണേ. അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കേസ് എന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് വീല് കണക്ട് ചെയ്യുന്നൊരു ഷാഫ്റ്റാണത്. ഈ ഷാഫ്റ്റും വേണം നമ്മൾ ബാക്കിലത്തെ വീല് കയറ്റിയിട്ട് നട്ടിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഷാഫ്റ്റാണ്. അത് നോക്കുമ്പോൾ അതിൻ്റെ ഈ സൈഡിൽ ബെയറിങ് ഇത്രയും ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. ബെയറിങ് കംപ്ലയിൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്, ആരംഭമാണ്. അപ്പോൾ നിലവിൽ വേണമെങ്കിൽ നമുക്ക് കൈയോടെ ഇപ്പോൾ തന്നെ അഴിച്ച് കൂട്ടത്തിൽ കൂടെ മാറ്റി വിടാം. ഒരല്പം താമസം എടുക്കുന്ന വർക്കാണെന്നുള്ളൂ. ഇനി അതല്ലെങ്കിൽ നമുക്ക് പരമാവധി ഈ രീതി തന്നെ ഉപയോഗിക്കാം. കുറേ കൂടി കഴിയുന്നതോടെ നമുക്ക് ഈ സൈഡിലൊക്കെ ഓയിലേക്ക് കാര്യമായിട്ട് വരും, ബ്രേക്ക് ചതയുന്ന രീതിയിൽ ബ്രേക്ക് വരും. അങ്ങനെ വന്ന സമയത്ത് അഴിക്കണമെങ്കിൽ ആ രീതിയിൽ അഴിച്ച് ചെയ്യാം. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ട കംപ്ലയിൻറ്റ് നമ്മൾ ശ്രദ്ധപ്പെടുത്തണമെന്നുള്ളൂ. ഈ ഷാഫ്റ്റിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ബെയറിങ് അഴിച്ച് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് ഇറക്കേണ്ട ഒരു വർക്കാണ്. ഏകദേശം നമുക്കൊരു 1000 രൂപയുടെ അടുത്ത് നമുക്ക് ചിലവ് വരും ആ ഗിയർ ബോക്സ് അടക്കം അഴിച്ച് റീസെറ്റ് ചെയ്ത് വരുന്ന സമയത്ത്. പാർട്സ് ലേബർ എല്ലാം കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം, അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓൾറെഡി കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ എയർ ഫിൽറ്ററും ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ശരിക്കും ഒരു മാറ്റേണ്ട ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം പൊടിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. മാറ്റുമ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടി അങ്ങനെ സെറ്റായിട്ടാണ് മാറ്റി വിടേണ്ടി വരാം കേട്ടോ. ഈ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പെർമിഷൻ തന്നാലാണ് നമ്മളത് ചെയ്യുള്ളൂ. ഞാൻ അതിൻ്റെ ഡാമേജ് ഉള്ളത് കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് സൈഡ് നമ്മൾ നോക്കുമ്പോൾ ക്ലച്ച് സൈഡൊക്കെ ഓക്കെ, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണേ. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഈ സൈഡിലൊക്കെ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ലെഗിൻ്റെ ഉള്ളിൽ കൂടെയും പൊട്ടൽ വീണിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വേറൊരു കേസ് എന്ന് വെച്ചാൽ നമുക്ക് ക്ലച്ച് പുള്ളി ബാക്കിലത്തെ ഈ ഇതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് കിടന്ന് വർക്ക് ചെയ്യുക. അതും ഓൾറെഡി കംപ്ലയിൻറ്റിലേക്ക് ആയിട്ടുണ്ട്. ഈ സൈഡൊക്കെ അതിൻ്റെ ഇതൊക്കെ പിന്നൊക്കെ തേമാനം വന്ന് ഈ സൈഡിലേക്ക് വിട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് സ്റ്റക്കാവും, ബെൽറ്റ് ഫുൾ പൊട്ടിപ്പോകും. നമ്മളിപ്പോൾ ഇത് റെഡി ആക്കാണ്ട് ഇപ്പോൾ ബെൽറ്റ് മാറ്റിയിട്ടിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ ഈ ക്ലച്ചിൻ്റെ ഈ പുള്ളികളടക്കം ബെൽറ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വീഡിയോയിൽ ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് നിങ്ങൾ പറയാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ക്ലച്ച് ഷൂ ഒക്കെ നമുക്ക് കിടക്കുന്നതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനലൊന്നുമല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ജർക്കിങ് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് കേട്ടോ. അപ്പോൾ ക്ലച്ചിനകത്ത് ഓൾറെഡി ക്ലച്ചിനിക്ക് മുമ്പ് അവിടെ ചെയ്തേക്കണതാണ്. അപ്പോൾ ആ ക്ലച്ച് ഷോക്ക് മാറ്റിയിട്ടാണ്. ഈ വീലുകളൊക്കെ ഇപ്പോൾ ഡാമേജിലേക്ക് ആയിട്ടുണ്ട്, ഇപ്പോൾ മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അതൊക്കെ നോർമൽ തേമാനൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കത് മാക്സിമം യൂസ് ചെയ്തിട്ട് മാറ്റിയാൽ മതി. കാരണം ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ടാണ് സർവീസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സർവീസിലും ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകാം. അപ്പോൾ കൂടുതൽ തേമാനം മാക്സിമം അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് മാറ്റിയിട്ടാൽ മതി. നമുക്ക് ഓരോ സർവീസും നമുക്ക് പറയുന്നത് 4 മാസം കൂടുമ്പോഴാണ് ജനറലായിട്ടുള്ള സർവീസ് വരാം. എൻജിൻ ഓയിൽ മാറ്റേണ്ടി വരുന്ന ഓരോ 3000 കിലോമീറ്ററിലുമാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എൻജിൻ്റെ ഹെഡ് ഭാഗം ചെക്ക് ചെയ്തു. ഇവിടെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻസുകളൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. അതായത് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്, ഓവർഫ്ലോ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക വണ്ടികളുടെ മെയിൻ കംപ്ലയിൻറ്റ് കാർബറേറ്റർ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റാണ്. മിസ്സിങ് കംപ്ലയിൻറ്റ് ഒരു പരിധി വരെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്റ്റേജ് വന്നു കേട്ടോ. അപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ കാർബറേറ്റർ കാര്യങ്ങളൊന്നും അയക്കണമൊന്നുമില്ല. ജസ്റ്റ് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഒന്നും വരുന്നതല്ല. ഇനി പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാതെ ഒരു കാരണവശാലും കാർബറേറ്റർ നമ്മൾ അഴിക്കാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എങ്ങനെ അഴിച്ചാലും കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി യൂസ് ചെയ്യുക. ഒരു രക്ഷയില്ല, വല്ല ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിങ്ങോ കാര്യമായിട്ടുള്ള സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒക്കെ വരാണെങ്കിൽ മാത്രമാണ് കാർബറേറ്ററിന് നോക്കേണ്ട കേസുള്ളൂ. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്രോൾ ഓവർഫ്ലോ ആയിരിക്കും. മിസ്സിങ്ങിൻ്റെ കേസ് പരിഹരിക്കാൻ പറ്റും. ഓവർഫ്ലോ ആണെങ്കിൽ പിന്നെ കാർബറേറ്റർ മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. ഒരു രക്ഷയില്ലാത്തൊരു കംപ്ലയിൻ്റ് ആയി കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗം അഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ. ആദ്യം അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പെട്രോൾ E20 പെട്രോളാണ്. അത് ഉപയോഗിക്കുന്ന വണ്ടികളുടെ കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പറഞ്ഞ് ഒരു 10 വണ്ടി എടുത്താൽ അതിനൊരു 8 വണ്ടിയും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പഴയ മോഡൽ വണ്ടികൾ. ഓട്ടം കുറവുള്ള വണ്ടികളാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരിക. ഓട്ടമുള്ള വണ്ടികൾ പിന്നെയും വണ്ടി കംപ്ലയിൻറ്റ് വരായികയല്ല, കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ട് ഡിലേ വന്നിട്ടാണ് വരുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഷോക്ക് അബ്സർ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. ഓൾറെഡി കസ്റ്റമർക്ക് അറിയാം. കസ്റ്റമർ പറഞ്ഞതാണ് നമ്മുടെ അടുത്ത്. പിന്നെ അത് മാറ്റേണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ ആ ബുഷൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പകുതി കൂടുതൽ തീർന്നതാണ് കേട്ടോ. അപ്പോൾ പരമാവധി ഈ തവണ കൂടെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. നെക്സ്റ്റ് ടൈം നമുക്കത് മാറ്റേണ്ടതായിട്ട് വന്നേക്കും. പിന്നെ വീൽ ബെറിയൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറും ഈ പറഞ്ഞ രീതികൾ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബാറ്ററി ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട്. നമുക്ക് ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റൊക്കെ ഉള്ളതാണ്. 2022 വെച്ചേക്കുന്നതാണ് ബാറ്ററി. അപ്പോൾ ഏകദേശം നമ്മൾ നോക്കുമ്പോൾ 3 വർഷം കംപ്ലീറ്റ് ആയി 4-ാം കൊല്ലത്തിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്തു. 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.25. അപ്പോൾ നിലവിൽ ബാറ്ററി ചാർജ് പതുക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ലോഡ് എടുക്കുന്ന സമയത്ത് വോൾട്ട് കുറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഒരു 8.5 വോൾട്ടിൽ താഴേക്കൊക്കെ പോയ ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 9.27 ആ റേഞ്ചൊക്കെയാണ് വന്നത്. നിലവിൽ ഉപയോഗിക്കണതിന് കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞ എയർ ഫിൽറ്ററും പ്ലഗ് കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരാം. എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ ഇതിനകത്ത് നോക്കുമ്പോൾ ഓയിലിൻ്റെ കളറിൽ വലിയ വേരിയേഷൻ ഇല്ല. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് വെച്ചാൽ ഓൾറെഡി നമ്മുടെ വണ്ടിയുടെ മീറ്റർ വർക്കിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ള കേസ് നമ്മുടെ ഹിസ്റ്ററി നോക്കിയാലും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓട്ടം വണ്ടിക്ക് ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം ഒരു ദിവസം വണ്ടി ഓടണുണ്ട് എന്നുള്ള കേസ്. അപ്പോൾ അതും പ്രകാരം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം നമ്മൾ കഴിഞ്ഞ സർവീസ് ഇതായിട്ട് എന്തോരം വ്യത്യാസം വന്നിട്ടുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ നോക്കിയിട്ട് പറയാം. കാരണം ഇത് നമ്മളിപ്പോൾ എഞ്ചിൻ വർക്കൊക്കെ ഒരിക്കൽ ചെയ്തായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ ഉള്ളൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കും. അതുകൊണ്ട് 100% നമുക്ക് കളർ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും കറക്റ്റ് ടൈമിൽ എഞ്ചിൻ ഓയിൽ മാറ്റി വിടുന്ന വണ്ടികളുടെ എഞ്ചിൻ ഓയിൽ എപ്പോൾ എങ്ങനെയാണോ ഒഴിക്കണത് അതിനകത്ത് ചെറിയൊരു കളർ ഷെയ്ഡ് ഒഴിച്ചാൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണാറില്ല സാധാരണ. അപ്പോൾ അതിൻ്റെ കേസ് ഓൾറെഡി കസ്റ്റമർക്ക് തന്നെ വിടാണ്. എഞ്ചിൻ ഓയിൽ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ടെങ്കിൽ മാറ്റാം. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് അത് ഉൾപ്പെടുത്തുന്നില്ല. ബാക്കിയത്തെ അത്യാവശ്യം വരുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടാം. ജനറൽ സർവീസ്, പിന്നെ ക്ലച്ചിൽ വരുന്ന പുള്ളി വീല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബെൽറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ പ്ലഗൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിൽ ഇടുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. അതിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് ഗിയർ ബോക്സിൻ്റെ കേസ് എന്തെങ്കിലും ചെയ്യണ്ടോ എന്നുള്ള കേസ് നോക്കിയിട്ട് പറയണം. കാരണം ബെയറിങ്ങിന് ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം എടുത്ത് പറയണം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് നിർബന്ധമായിട്ടും നമ്മുടെ നമ്പറിലേക്ക് വാട്സാപ്പിൽ തന്നെ നമ്പറിൽ കോൾ ചെയ്താൽ കിട്ടും. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. കോൺടാക്റ്റ് ചെയ്ത് കൺഫേം ചെയ്യുക ഏത് വർക്കൊക്കെ ചെയ്യേണ്ടത്, ഏതെങ്കിലും സ്കിപ്പ് ചെയ്തിട്ട് ഒഴിവാക്കേണ്ടതുണ്ടോ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് പറയണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ.